തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം വൈകുന്നു. 4 ദിവസമായി പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ജനം പൊറുതിമുട്ടുകയാണ്. പ്രതിഷേധം ശക്തമായതോടെ ജനപ്രതിനിധികൾ ഇടപെട്ട് അറ്റകുറ്റപ്പണി വേഗത്തിൽ പൂർത്തിയാക്കി രാത്രിയോടെ പമ്പിംഗ് തുടങ്ങുമെന്നാണ് പ്രതീക്ഷ. ജലവിഭവ വകുപ്പിനെ വിമർശിച്ച് CPIM MLA VK പ്രശാന്ത് രംഗത്തെത്തി. 60 രൂപ വെള്ളം 70 രൂപ കൊടുത്ത് ഓരോ ഫ്ലാറ്റിൽ ഞങ്ങൾ ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ടാങ്കർ ഇന്നലെ ഒരു ടാങ്കർ വന്നിട്ട് കൈമനം തൊട്ട് 1/2 കിലോമീറ്റർ ദൂരത്തോളം റോഡ് സൈഡിലുള്ളവർക്കാണ് വെള്ളം കിട്ടിയത്. ഒരു 500-ന്റെ ടാങ്ക് ഉള്ളത് 2 ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ചെലവാക്കി. ഇപ്പോൾ വെള്ളമേ ഇല്ല, ഒരു തുള്ളി പോലും ഇല്ല. പരീക്ഷയാണ് കുട്ടികൾക്കെല്ലാം. ദാഹിച്ചു വലഞ്ഞ പൊതുജനങ്ങൾ തൊണ്ടപൊട്ടി വിളിച്ചതോടെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഉണർന്നു. കുടിവെള്ളം മുട്ടിച്ച അറ്റകുറ്റപ്പണി ഏതാണ്ട് പൂർത്തിയായി. ഇനി പമ്പിംഗ് നടത്തി സമ്മർദ്ദ പരിശോധന നടത്തണം. ലീക്കുണ്ടായില്ലെങ്കിൽ രാത്രി 8 മണിയോടെ താഴ്ന്ന ഭാഗത്തെ വീടുകളിൽ വെള്ളമെത്തും. അർദ്ധരാത്രിയോടെ ഉയർന്ന സ്ഥലങ്ങളിലും വെള്ളം എത്തും എന്നാണ് പ്രതീക്ഷ. ഇവിടുത്തെ വാൽവ് കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായി വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി സാധിക്കും. അതിന് ഇപ്പോൾ നമുക്കറിയാം, ഇതിന്റെ സെറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പൈപ്പ് കുറച്ചുകൂടി താഴ്ത്തി അപ്പുറത്തെ പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കണക്ഷൻ പൂർണ്ണമായി നമുക്ക് വാൽവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പമ്പിംഗ് ആരംഭിക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. നഗരത്തിലെ കുടിവെള്ളം മുടങ്ങിയതിന് ഉത്തരവാദി ജല അതോറിറ്റിയാണെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ആവശ്യപ്പെട്ടു. ഉദ്യോഗസ്ഥന്മാർ 48 മണിക്കൂർ കൊണ്ടാണ് ഈ പണി ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞ് വർക്ക് തുടങ്ങിയത്. പക്ഷേ അത് ചെയ്തു തീർക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 72 മണിക്കൂറും കഴിഞ്ഞ് അതും കഴിഞ്ഞ് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. അവിടെയാണ് പറഞ്ഞത് ജാഗ്രത കുറവുണ്ട്. അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരുവനന്തപുരത്ത് വെക്കണം. തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് റെയിൽവേ ട്രാക്കിനടിയിൽ കൂടി പോകുന്ന 500 mm 700 mm പൈപ്പുകളുടെ അലൈൻമെന്റ് മാറ്റുന്നതിന് വേണ്ടിയാണ് പമ്പിംഗ് നിർത്തിവച്ചത്. CAT റോഡിലും കുഞ്ചാലുമൂട്ടിലും ശുദ്ധജല വിതരണ പൈപ്പിന്റെ അലൈൻമെന്റ് മാറ്റുന്ന പ്രവൃത്തി ഇന്നലെ ഉച്ചയോടെ പൂർത്തിയാക്കി. പമ്പിംഗ് പുനരാരംഭിച്ചപ്പോൾ ചോർച്ച കണ്ടതിനെ തുടർന്ന് ലൈനിൽ വീണ്ടും അറ്റകുറ്റപ്പണി നടത്തുകയായിരുന്നു. സാങ്കേതികമായ തടസ്സങ്ങൾ മൂലമാണ് വൈകലെന്നും 40 മണിക്കൂറോളം അധികമായി ചെലവഴിക്കേണ്ടി വന്നതിനാലാണ് 2 ദിവസം അധികം കുടിവെള്ളം മുടങ്ങിയെന്നുമാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം.